സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം പ്രകടമായി. ദിശാബോധം നഷ്ടപ്പെട്ട പ്രതിപക്ഷം സർക്കാരിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നുവെന്ന് വിമർശനം. പ്രതിപക്ഷം സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതെയും സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാതെയും സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. ശശി തരൂർ കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനം വിവാദത്തിലായതിനു പിന്നാലെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായിട്ടാണ് അദ്ദേഹം വിമർശിച്ചത്. സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം പ്രകടമായി. ദിശാബോധം നഷ്ടപ്പെട്ട പ്രതിപക്ഷം സർക്കാരിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ വിമർശിച്ചു. ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സമാന സ്വഭാവമുള്ള മുന്നണികളായിട്ട് മാറിയിരിക്കും. കേരളത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു പ്രതിപക്ഷമാണുള്ളത്. കേരളത്തിലെ UDF എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ബി ടീമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമാണ്. പ്രതിപക്ഷ ധർമ്മം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമായി ശ്രീമാൻ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഒത്തൊരുമയില്ലായ്മയും ഭരണപക്ഷത്തോടുള്ള വിധേയത്വവും സാധാരണക്കാരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നുവെന്നും അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. ഏത് വിഷയം വന്നാലും ജനപക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾ സർക്കാരിന് പരോക്ഷമായും പ്രത്യക്ഷമായും സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും നിങ്ങൾ നൽകുന്നില്ല. വരും കാലത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടാനായി സംസ്ഥാന സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാൻ കഴിയാത്ത പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനം, തിരുവനന്തപുരം.